എനിക്ക് ഞാൻ ചെയ്ത കാര്യത്തിൽ ഒരു കുറ്റബോധമില്ല. ആരവിനെ സുരക്ഷിതാക്കണമെന്ന് മാത്രമേ ഞാനപ്പോ ചിന്തിച്ചുള്ളൂ. ആ സമയത്ത് എന്റെ മാനസികാവസ്ഥ അങ്ങനെ ആയിപ്പോയി. ഞാൻ നിങ്ങളെല്ലാം അറിയിച്ചിട്ടല്ലേ പോയത്? അതെങ്ങനെയാ പിന്നെ തെറ്റാവുന്നേ? പോകുന്ന സ്ഥലം മാത്രം നീ പറഞ്ഞില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് എന്തുമാത്രം വിഷമിച്ചു എന്ന് നിനക്കറിയോ? നീ നിന്റെ വീട്ടിലേക്ക് ആരവിനെ കൊണ്ടുപോകുന്നു പറഞ്ഞ എന്തായിരുന്നു തെറ്റ്? ഞാനതപ്പോ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ പോവാൻ അനുവദിക്കില്ലായിരുന്നു. അമ്മയും അങ്കിളും കോയമ്പത്തൂരേക്ക് പോയ കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് പോയാൽ ഇവിടെ സംശയങ്ങൾ തോന്നുമെന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ടാണ് ഞാൻ തനിച്ചു പോയ. എന്റെ വീട്ടില് കുറെ നാൾ ആരവിനെ ഒളിച്ചു താമസിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. വീട്ടിലെത്തി ആരവിന്റെ കാര്യം ഒന്ന് സെറ്റായി വന്നപ്പോഴേക്കും അമ്മയും അങ്ങളും പോയ കാര്യം ക്യാൻസൽ ചെയ്ത് തിരിച്ചു വന്നു. അവിടുന്ന് പുറത്തു ചാടാൻ പറ്റിയ പാടെ എനിക്ക് അറിയും. കിരൺ, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്ന? എടാ, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അനു, നിന്റെ ആരോഗ്യം പ്രശ്നം കാരണം ഇവൾ ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല. നീ തന്നെ കൊടുക്ക്. കിരൺ, ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയാ? ഇത് കഴിക്കേ. കിരൺ, ഈ കൈ കൊണ്ട് നീ എന്നെ നടിച്ചോ? എനിക്ക് നോവില്ലടി. പക്ഷെ നീ ഇങ്ങനെ മൗനം പാലിച്ച് എന്നെ വേദനിപ്പിക്കില്ലേ? അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. നീ എന്നെ തല്ലിക്കോ. തല്ലടി, തല്ലിക്കോ. അനു, തല്ല് കിരൺ, തല്ലിക്കോ, തല്ലിക്കോ. അനു, അനു. ഞാൻ മിണ്ടാതിരുന്നത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല. നിന്നോട് മാത്രമല്ല, നിങ്ങളോട് ആരോടും ഒരു വാക്ക് മിണ്ടാതെ എനിക്ക് ഈ മുറിയിൽ ജീവിക്കാനാവില്ല. നിന്നെ ആരവിനെ റോഡിൽ നിർത്തിയിട്ട് വണ്ടി എടുത്തോണ്ട് പോന്നപ്പോ എനിക്ക് മാത്രം ദുഃഖം ഇല്ലായിരുന്നു എന്നാണോ നിങ്ങളൊക്കെ കരുതിയത്? അനു, എന്റെ മനസ്സ് എത്ര നുറുങ്ങായി വേദനിച്ചെന്ന് എനിക്ക് പറയാൻ അറിയില്ല. കിരൺ, കുറച്ചു നേരത്തേക്കെങ്കിലും നിന്നോട് ഞാൻ മിണ്ടാതിരുന്നെങ്കിൽ അതിങ്ങനെയുള്ള ബുദ്ധിമോശം നീ ഒരിക്കലും ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാ. നീ മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിൽ ആരും. കിരണേ, നീ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഞങ്ങൾക്ക് നോവില്ലടി. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രമായിട്ടൊരു ദുഃഖവും ഇല്ല, സന്തോഷവും ഇല്ല. ഇതെല്ലാവർക്കും കൂടെ ഉള്ളതാ.